ഈ കൊടുങ്കാട്ടിൽ എന്താ ഉള്ളത്? ഇതാണ് പറഞ്ഞ സ്ഥലം. അത് ഡിസ്പ്യൂട്ട് പ്രോപ്പർട്ടി. എങ്ങോട്ടാ? അച്ഛനൊക്കെ സുഖമാണോ മക്കളെ? സുഖമായിരിക്കുന്നു. സുഖമില്ലാതെ കിടക്കാന്ന് കേട്ടല്ലോ. ഇപ്പൊ കുഴപ്പമില്ല. ഞാൻ തിരക്കിയതായിട്ടൊന്ന് പറയണേ. പറയാം. ആ എന്നെ ചേച്ചിയാ? എനിക്കറിയാം കുഞ്ഞേ. സുശീല ചേച്ചി, ആ വരൂ. എല്ലാരും പേര് പറഞ്ഞാണല്ലോ വിളിക്കുന്നത്. നല്ല പരിചയമായിരിക്കും അല്ലേ? 14 വർഷമായിട്ട് ഇവരുടെ കൂടെയാണുള്ളത്. നീ പോയതിനു ശേഷം 1 വർഷം വീടിനുള്ളിലും. അച്ഛനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇവരുടെ പ്രയാസങ്ങളൊക്കെ കാണുമ്പോൾ എന്റെ വിഷമം ഒന്നുമല്ലെന്ന് തോന്നുന്നു. സുഖമായിരിക്കുന്നു. എന്താ ഇങ്ങോട്ടൊന്നും വരാത്തത്? എന്ത് ചെയ്യാനാ ചേച്ചി, ഒരുപാട് ജോലി തിരക്കാം. എവിടെ കില്ലടി? ആളെ കാണുന്നില്ലല്ലോ. എടാ കുട്ടാ, ഇങ്ങോട്ട് വാ. ഗുഡ് മോർണിംഗ് ടീച്ചറെ. ഗുഡ് മോർണിംഗ്. ഇതാണോ നിന്റെ വീട്? അതെടാ. എടാ, ഇവൻ ഇങ്ങനെ ആരും ബഹുമാനിക്കത്തില്ല. കാട്ടിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ സന്ധ്യ ആവുമ്പോഴാ വീട്ടിൽ വരുന്നത്. ഇവ സ്കൂളിൽ പോയാൽ കുറച്ച് സമാധാനം കിട്ടും. ഒന്ന് പേടിപ്പിച്ചേരെ. ടീച്ചറമ്മേ മാത്രമേ ഉള്ളൂ പേടി. എങ്കി വാ. എന്നാ നീ പൊയ്ക്കോ. വണ്ടി 5 മണിക്ക് അയക്കണേ. ഇല്ല, ഞാൻ വന്നേക്കാം. നോക്കിക്കോ നിന്നെ. ഭർത്താവിന്റെ കുടിയൊക്കെ നിർത്തിയോ? വലിയ പ്രശ്നമൊന്നുമില്ല. പഴയ പോലെ കുടിയൊന്നും Good. ആ ലോറിയുടെ നമ്പർ അറിയോ? അറിയില്ല. ആ ലോറിയിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടായിരുന്നു? അതൊന്നും നോക്കാൻ സമയം കിട്ടിയില്ല. ശരിക്കും ആ ലോറി ഇടിക്കാൻ വന്നതാണോ? അതോ എൻ്റെ അടുത്ത് നിന്ന് സിമ്പതി പിടിച്ചു പറ്റാൻ നോക്കാണോ? എന്താടാ മോണ്ടെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇനി നീ എന്നെ വിളിച്ച നിന്റെ ചെകിട് ഞാൻ പൊളിക്കും. സംഭവിച്ചെന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. നീ എവിടെയോ വണ്ടി കൊണ്ടിടിച്ചിട്ട് നിന്നെ ആരോ കൊല്ലാൻ വന്നു എന്ന് എന്നോട് വന്ന് പറയും. അങ്ങനെ ചെയ്താൽ നിന്നെ സംശയിക്കുന്ന കരൺ അയ്യോ കൂട്ടുകാരന് ആപത്ത് പറ്റിയില്ലോ എന്നറിഞ്ഞ് രക്ഷിക്കാൻ വരുമെന്ന് കരുതി അല്ലേ? നീ ഇവിടേക്ക് എന്തിനു വന്നു എന്നതിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. നീ കുടുങ്ങും. ഇറങ്ങിപ്പോടാ.